കണ്ട ദൃശ്യങ്ങളൊന്നും ഒരുപാട് നാളത്തെ ഫയൽ വിഷയമൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് നാളത്തെ മാത്രമാണ്. CCTV-യിൽ കണ്ടത് അത്രയുമാണെങ്കിൽ അതിന്റെ എത്രയോ പതിന്മടങ്ങാണ് യഥാർത്ഥ അവസ്ഥ. ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളെ, സാധാരണ മനുഷ്യരെ, വയോധികരെ, ബൈക്ക് യാത്രികരെയൊക്കെ കടിച്ചു കീറി കൊന്ന് പേവിഷവാഹകരായും അല്ലാതെയും നായ്ക്കളുടെ പൂണ്ടുവിളയാട്ടകാലമാണ്. ഈ വർഷം ഇതുവരെ മാത്രം പട്ടികടിയേറ്റത് 2,24,000-ലധികം മനുഷ്യർക്കാണ്. കടിയേറ്റാൽ വാക്സിൻ എടുത്താൽ പേവിഷബാധ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഉണ്ടോ? ഇല്ല. ഒന്നല്ല, മാലാഖ പോലത്തെ 4 കുഞ്ഞുങ്ങളാണ് ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളിൽ മാത്രം വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയിൽ മരിച്ചുപോയത്. ഈ അടുത്തൊരു ആശുപത്രിയിലെ നഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, പേവിഷബാധാ മരണങ്ങളുടെ അവസാന നിമിഷങ്ങൾ കേട്ടിരിക്കാൻ കഴിയാത്തവണ്ണം ഭീകരമാണ് ഓരോ മരണങ്ങളും. തെരുവുകൾ തോഴി മടക്കി വാഴുന്ന ഈ നായകൾ ഓടിച്ചിട്ട് കണ്ണിൽ കാണുന്നവരെയൊക്കെ കടിച്ചു കീറുമ്പോഴും പേവിഷബാധാ മരണങ്ങൾ സാധാരണമാകുമ്പോഴും സർക്കാരുകൾ ഈ മാരകവിപത്ത് കണ്ടമട്ടുണ്ടോ? കേന്ദ്ര നയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പന്ത് അങ്ങോട്ട് തട്ടും, സംസ്ഥാനത്തുള്ള അധികാരങ്ങൾ ചൂണ്ടിക്കാട്ടി ആ പന്ത് കേന്ദ്രം ഇങ്ങോട്ട് തട്ടും. അതിനിടയിൽപ്പെടുന്ന സാധാരണക്കാരെ ഈ പേപ്പട്ടികൾ കടിച്ചു കയറാൻ തുടങ്ങി ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഗതികേടാണ്. ABC അടക്കം സംസ്ഥാനം നടപ്പാക്കേണ്ടതൊക്കെ പാളിക്കിടക്കലാണ്. ഓരോ നായകടി മരണങ്ങളിലും ഒന്ന് ആത്മാർത്ഥതയില്ലാത്ത വാചകമടിക്കലല്ലാതെ ഒരു ചുക്കും നടക്കുന്നില്ല എന്നതിന് ബോധ്യമാകാൻ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി. മക്കളെ പട്ടികൾ കടിച്ചു കൊന്ന മാതാപിതാക്കളുടെ വേദന കണ്ടിട്ടും, പട്ടികടിയേറ്റവരുടെ മാരക മുറിവുകളും ജീവിതകാലത്തേക്ക് മാറാത്ത ട്രോമ കണ്ടിട്ടും മൃഗസ്നേഹം പറയുന്നവരോട്, മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള വക്കീലന്മാരെ പട്ടികൾക്ക് വേണ്ടി കോടതികളിലേക്ക് അയക്കുന്നവരോട്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവരെ നായ കടിച്ച് സമാന അനുഭവം ഉണ്ടായാലേ ആ വേദന പഠിക്കൂ. പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയില്ല, കാരണം ഞങ്ങൾക്ക് വലുത് മനുഷ്യരാണ്, അല്ലാതെ പട്ടികളല്ല.